സമാധാന കരാറിന്റെ ഭാഗമായി യുഎസിനും യൂറോപ്പിനും ഇനി യുക്രൈന് ശക്തമായ സുരക്ഷ നൽകുവാൻ റഷ്യ സമ്മതിച്ചതായി റിപ്പോർട്ട്. ഒരംഗത്തിനെതിരെയുള്ള ആക്രമണം എല്ലാവർക്കുമെതിരെയുള്ള ആക്രമണമാണെന്ന നാറ്റോ ശൈലിയിൽ യുഎസിനും യൂറോപ്പിനും യുക്രൈന് സുരക്ഷ നൽകുവാൻ കഴിയുമെന്നും ഇക്കാര്യം അലാസ്ക ഉച്ചകോടിയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിൻ സമ്മതിച്ചെന്നുമാണ് സൂചന. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫാണ് സിഎൻഎനോട് ഇക്കാര്യം പറഞ്ഞത്. യുഎസിന് ആർട്ടിക്കിൾ 5 പ്രകാരം യുക്രൈന് സംരക്ഷണം നൽകാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. യുക്രൈൻ നാറ്റോയിൽ ചേരാൻ ആഗ്രഹിക്കുന്നതിന്റെ യഥാർത്ഥ കാരണങ്ങളിൽ ഒന്നാണിതെന്ന് സ്റ്റീവ് വിറ്റ്കോഫ് സിഎൻഎനോട് പറഞ്ഞു. യുക്രൈൻ നാറ്റോയിൽ ചേരുന്നതിനെ പുടിൻ വളരെ കാലമായി എതിർക്കുന്നു. യുക്രൈന് നാറ്റോ അംഗത്വം നൽകുന്നതിനോടുള്ള പുടിന്റെ മുൻകാല സമീപനത്തിൽ ഇതോടെ മാറ്റം സംഭവിച്ചുവെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. യുക്രൈന്റെ പ്രദേശത്തെക്കുറിച്ചുള്ള അവകാശവാദത്തിൽ റഷ്യ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ടെന്നും തിങ്കളാഴ്ച നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്നും വിറ്റ്കോഫ് പറഞ്ഞു. അതേസമയം ലോക സമാധാനത്തിനായി സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ എല്ലായ്പ്പോഴും ഇടപെടുന്നുണ്ടെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള സ്ഥിതിഗതികൾ, കംബോഡിയയ്ക്കും തായ്ലൻഡിനുമിടയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ രാജ്യാന്തര തലത്തിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്നിടത്തെല്ലാം യുഎസ് ശ്രദ്ധ നൽകുന്നുണ്ടെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ സാധ്യമാണോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഇന്ത്യ പാക് വിഷയം മാർക്കോ റൂബിയോ പരാമർശിച്ചത്. വെടിനിർത്തൽ സാധ്യമാണെങ്കിൽ ഇരുപക്ഷവും പരസ്പരം വെടിയുതിർക്കുന്നത് നിർത്തണമെന്നും എന്നാൽ റഷ്യ അതിന് സമ്മതിക്കുന്നില്ലെന്നും റൂബിയോ പറഞ്ഞു. 3 വർഷത്തോളമായി തുടരുന്ന യുദ്ധം പൊടുന്നനെ വെടിനിർത്തലിലേക്ക് എത്തിക്കുന്നതിൽ ഏറെ വെല്ലുവിളിയുണ്ട്. താൽക്കാലിക വെടിനിർത്തലിനേക്കാളും ഭാവിയിൽ സംഘർഷങ്ങൾ തടയാൻ സാധിക്കുന്ന സമാധാന കരാറാണ് ലക്ഷ്യമിടുന്നതെന്നും ചാനൽ പരിപാടിയിൽ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു. അതോടൊപ്പം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിഹരിക്കുന്നതിൽ തങ്ങളുടെ ഇടപെടലുണ്ടെന്ന് യുഎസ് പ്രസിഡന്റ് ഉൾപ്പെടെ ആവർത്തിച്ചു. എന്നാൽ ഈ വാദങ്ങളെ ഇന്ത്യ ശക്തമായി തള്ളിയിട്ടുണ്ട്. പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മൂന്നാമതൊരു രാജ്യത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ പാർലമെന്റിൽ നടന്ന ചർച്ചയിലും പ്രധാനമന്ത്രി ഈ കാര്യം ആവർത്തിച്ചിരുന്നു.